മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. പ്രിയമുള്ളവരെ, ഇന്ന് ഞാൻ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായിട്ട് പങ്കുവയ്ക്കുന്നത് PVC പൈപ്പിൽ വളർത്തി എടുത്ത നാടൻ ഇനത്തിൽപ്പെട്ട അരിമുളകിൻ്റെ വിളവെടുപ്പാണ് ഇന്ന് ഞാൻ സുഹൃത്തുക്കളുമായി പങ്കുവെക്കുന്നത്. അവിടെ പല തരത്തിലുള്ള കുരുമുളക് കൃഷികൾ നമ്മൾ ചെയ്യുന്നുണ്ട്. കുറ്റിക്കുരുമുളക്, അതുപോലെ തന്നെ മരങ്ങളിൽ നമ്മൾ വളർത്തുന്നുണ്ട്. ഇത് PVC പൈപ്പിലാണ്. അപ്പോൾ PVC പൈപ്പിൽ എങ്ങനെയാണ് കുരുമുളക് നട്ട് വളർത്തുന്നതെന്നും പരിപാലിക്കുന്നതൊക്കെ ഞാൻ വീഡിയോ ഇട്ടിരുന്നു. അപ്പം നമുക്ക് ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരാളിൻ്റെ ഉയരത്തിൽ നിന്ന് വരെ വളരുന്ന തരത്തിലാണ് ഈ മുളക് വളരുന്നത്. മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, സാധാരണ മരത്തിൻ്റെ ചുവട്ടിൽ നമ്മൾ കുരുമുളക് വേര് പിടിപ്പിച്ച് അത് വളർത്തുവാണെങ്കിൽ കുരുമുളകിനിടുന്ന വളത്തിൻ്റെ ഒരു 30% ഈ താങ്ങ് കമ്പ് മരം, ആ മരം താങ്ങുകാലായിട്ട് നമ്മൾ കൊടുക്കുന്ന ആ വൃക്ഷം അങ്ങ് വലിച്ചെടുക്കും. ബാക്കി ഉള്ള വളം മാത്രമേ നമ്മൾ ഈ കുരുമുളകിന് ലഭിക്കുന്നുള്ളൂ എന്ന് മനസ്സിലാക്കണം. എന്നാൽ PVC പൈപ്പിലാവുന്നുണ്ടേ നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളം പൂർണ്ണമായിട്ടും ഈ കുരുമുളക് വലിച്ചെടുക്കുകയും അങ്ങനെ നമുക്ക് നല്ല രീതിയിൽ ആദായം ലഭിക്കുകയും ചെയ്യും. ഇതിപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇത് നാടൻ അരിമുളകാണ്. വളരെ കൂടുതൽ മുളക് ഇതിലുണ്ടായിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല ഭംഗിയായിട്ട് വിളഞ്ഞ് കഴിഞ്ഞു. ഭംഗിയായിട്ട് വിളഞ്ഞ് ചില നണികൾ ഈർന്നു പോയി. അതാണ് ഇപ്പം ഞാൻ പറിക്കുന്നത്. അപ്പം ഇത് സംസ്കരിക്കുന്ന വിധമുണ്ട്. അത് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അപ്പം ഇതിന് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, കാലവർഷത്തിൻ്റെ ആരംഭത്തിൽ, ഇത് നാടൻ അരിമുളകാണെന്ന് ഞാൻ പറഞ്ഞു, കാലവർഷത്തിൻ്റെ ആരംഭത്തിൽ വളം ഇട്ട് കൊടുക്കും. വളം പ്രധാനമായിട്ടും ഇട്ട് കൊടുക്കുന്നത് എല്ലുപൊടി, അതുപോലെ ചാരം, വെണ്ണീർ അഥവാ ചാരം, പിന്നെ കുറച്ച് വേപ്പിൻ്റെ മണ്ണാക്കി ഇട്ട് കൊടുക്കും. ഇതാണ് വളം ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ചെയ്യുന്നത് വെച്ചാൽ, നമ്മുടെ ഈ റോഡ് സൈഡിലും നമ്മുടെ പറമ്പിലും ഒക്കെ നിൽക്കുന്ന പാഴ് കളകൾ, അതാ പുല്ലുകൾ, ഈ സംഗതി ആർത്തെടുത്ത് കൊണ്ടുവന്നിട്ട് ചുവട്ടിലിട്ട് കൊടുക്കും. പിന്നീട് കാലവർഷത്തിൻ്റെ ആരംഭത്തിൽ, അതുപോലെ തന്നെ പിന്നെ മറ്റൊരു സംഗതി ആ വർഷത്തിൻ്റെ ആരംഭത്തിൽ, കാലവർഷത്തിൻ്റെ ആരംഭത്തിൽ, അങ്ങനെ 2 വളമാണ് ഈ മുളകൊടിക്ക് ഞാൻ ചെയ്യുന്നത്. അപ്പം ഇതിന് പറിച്ച് കഴിയുന്നുണ്ടെങ്കിൽ, മൊത്തം പറിച്ച് കഴിഞ്ഞാൽ എത്ര കിലോ മുളക് കിട്ടിയെന്നുള്ളത് നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളെ ഞാനിത് കാണിക്കാം. അപ്പോൾ അത്തരത്തിൽ നമുക്ക് മറ്റ് ഇടുന്നതിനെക്കാട്ടിൽ ഒരുപാട് ലാഭമുള്ളത്, ഇതിൻ്റെ വിളവെടുക്കാൻ വേണ്ടി നമുക്ക് മറ്റ് ഏണിയോ ആ സംഗതികളൊന്നും വേണ്ട, നമുക്ക് തന്നെ പറിച്ചെടുക്കാൻ സാധിക്കും. പരിചരണം എന്ന് പറയുമ്പോൾ ഒരു ആഴ്ചയിൽ ഒരു ദിവസം, അതായത് മഴയില്ലാത്ത ഒരു 3-4 മാസം ഉണ്ട് ഒരു വർഷത്തിൽ നമുക്ക് കൂട്ടി നോക്കാവുന്നതാണ് ധനു. വൃശ്ചികമാസത്തിൽ വെള്ളം ഒഴിക്കുന്ന കാര്യമില്ല. ധനു, മകരം, കുംഭം, മീനം, മേടം, ഈ മാസങ്ങളിൽ ഒരാഴ്ചയിൽ ഒരു ദിവസം ഇതിൻ്റെ ചുറ്റും കുറച്ച് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. മറ്റ് പരിചരണം ഒന്നും വേണ്ട. ഇതേപോലെ ഒരു മുളക് കൂടി പിടിപ്പിക്കുകയാണെങ്കിൽ ഒരു വീട്ടിലേക്കുള്ള ആവശ്യവും കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് വിൽക്കാനും സാധിക്കും. കാരണം എൻ്റെ അനുഭവത്തിലാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ പ്രിയമുള്ള സുഹൃത്തുക്കളെ, അപ്പം ഇത്തരത്തിലുള്ള കൃഷി കാഴ്ചകൾ, കൃഷി അറിവുകൾ ഒക്കെ നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ, ഇത് സമാന ചിന്താഗതിയുള്ളവരിലേക്ക് എത്തിക്കാൻ താല്പര്യമെങ്കിൽ, ഞങ്ങളുടെ ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നാളിതുവരെ എൻ്റെ ചാനലിന് വേണ്ട പിന്തുണയും പ്രോത്സാഹനവും നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും ഞാൻ കൃത്യമായി നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ ഈ മുളക് പറിച്ച് കഴിഞ്ഞിട്ട് തീർച്ചയായിട്ടും എത്ര കിലോ കിട്ടിയെന്നുള്ള വിവരങ്ങൾ ഞാൻ പ്രേക്ഷകരെ കാണിക്കാം.
പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ മുളക് പറിച്ച് കഴിഞ്ഞു. ഇനിയും ഇത് നമുക്ക് രണ്ട് തരത്തിൽ വിൽക്കാൻ പറ്റും. ഒന്ന്, ഇത് പച്ചയ്ക്ക് ഇത് ചവിട്ടി പൊഴിച്ച് എടുത്ത് വൃത്തിയാക്കി പച്ചയ്ക്ക് വിൽക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഇത് ഉണക്കി നല്ല രീതിയിൽ ഉണക്കി വിൽക്കാൻ പറ്റും. അപ്പം ഞാനിത് ഉണക്കി വിൽക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയും മുളക്, അതായത് ഈ ഒരു മൂട് മുളക് പൊടിയിൽ നിന്നും പറിച്ചെടുത്ത ഈ മുളക് ചവിട്ടി പൊഴിക്കുമ്പോൾ പച്ചയ്ക്ക്, അതായത് തിരിയൊക്കെ നീക്കിച്ചതിന് ശേഷം ചവിട്ടി പൊഴിക്കുമ്പോൾ പച്ചയ്ക്ക് ഇത് എത്ര കിലോ ഉണ്ടെന്നും, അതുപോലെ തന്നെ ഇത് നല്ല ഭംഗിയായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം ഉണക്ക മുളകാകുമ്പോൾ എത്ര കിലോ ഉണ്ടെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ അടുത്ത ഒരു വീഡിയോയിലൂടെ പ്രേക്ഷകരെ പറഞ്ഞ് മനസ്സിലാക്കുന്നതാണ്. അപ്പം പ്രിയമുള്ളവരെ, ഇങ്ങനെ നമുക്ക് ഒറ്റയ്ക്ക് നമ്മുടെ വീട്ടിൽ എത്ര കുറഞ്ഞ സ്ഥലവിസ്തൃതി ഉള്ളവർക്കും നമുക്ക് ഇത്തരത്തിൽ കുരുമുളക് ചെടി നട്ടുപിടിപ്പിക്കാൻ സാധിക്കും. അത് നാടനിനമായാലും അതുപോലെ തന്നെ മറ്റ് സങ്കര ഇനങ്ങളായാലും നമുക്ക് പ്രയോജനം ചെയ്യും. അതുപോലെ തന്നെ ഇത് ഡ്രമ്മിൽ വേണമെങ്കിൽ നമുക്ക് വെച്ച് പിടിപ്പിക്കാൻ സാധിക്കും. അതുപോലെ ഒട്ടും സ്ഥലമില്ലാത്തവർക്ക് ഗ്രോബാഗിലും പിന്നെ ചട്ടിലുമൊക്കെ കുറ്റിക്കുരുമുളക് എന്ന് പറയുന്ന ആ ഒരു രീതിയുണ്ട്. ഇതിൻ്റെ പാർശ്വ ശാഖകൾ ഖണ്ഡിച്ച് പിന്നെ വളർത്തിയെടുക്കുന്ന രീതി, അതും നമുക്ക് കൃഷി ചെയ്യാം. കുരുമുളക് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ അടുക്കളയിൽ വളരെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു പിന്നെ വസ്തുവാണ്. കാരണം സുഗന്ധവ്യഞ്ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ മനുഷ്യർ ഉപയോഗിക്കുന്ന ഒരു വസ്തു കൂടിയാണ്, ഒരു വിള കൂടിയാണ് ഈ കുരുമുളക്. കുരുമുളക് തേടിയാണ് വിദേശീയർ നമ്മുടെ ഇന്ത്യയിലെ, പ്രത്യേകിച്ച് കേരളത്തിൽ വന്നത്. പഴയ കാലം മുതൽ തന്നെ കുരുമുളകിനെ കറുത്ത പൊന്നിന് പേര് കേട്ട ഒരു രാജ്യം കൂടിയാണ് നമ്മുടെ ഇന്ത്യ, ഭാരതം. അപ്പോൾ എല്ലാ പ്രിയ സുഹൃത്തുക്കളും ഞാൻ കൃത്യമായ നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.